ഭരിക്കുന്ന കക്ഷി ചിലയിടത്ത് BJP ആയിരിക്കും, പക്ഷേ ചിലയിടത്ത് BJP ആയിരിക്കില്ല. എന്നാൽ അവിടങ്ങളിലുള്ള BJPയും ഈ കാര്യത്തിൽ സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. അവിടെ ഭരണത്തിലുള്ളവരും ഭരണത്തിലില്ലാത്തവരും സംസ്ഥാന താല്പര്യത്തോടൊപ്പം നിൽക്കും. നമ്മൾ വളരെ സംസ്കാര സമ്പന്നരാണെന്ന് പറയുന്നുണ്ടല്ലോ, പൊതുബോധം വളരെ കൂടുതലുള്ളവരാണെന്നൊക്കെ നമ്മൾ അഹങ്കരിക്കാറുണ്ടല്ലോ. ഇതുപോലൊരു കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇതുപോലൊരു കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് നിൽക്കണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സഹായങ്ങൾ നിഷേധിക്കുമ്പോൾ അതിനെ പിന്തുണക്കുന്ന നിലയാണോ ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് BJP സ്വീകരിക്കേണ്ടത്? അവർ ഈ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, കേന്ദ്ര ഭരണകക്ഷിയാണെങ്കിലും. ആ കേന്ദ്ര ഭരണകക്ഷിയോട് ഇവിടുത്തെ കാര്യങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അവകാശമില്ലേ? ബാക്കി രണ്ട് കൂട്ടർ UDFും LDFും ഇവർക്ക് BJPക്ക് താല്പര്യമില്ലാത്ത കൂട്ടർ. നിർഭാഗ്യവശാൽ അവർക്കായിപ്പോയി കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളുടെ പിന്തുണ. അപ്പം അങ്ങനെയൊരു നാടിന് ഒരു സഹായവും വേണ്ട എന്ന സമീപനമാണോ? അങ്ങനെയാണോ സ്വീകരിച്ചു പോകേണ്ടത്? ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു പലതിൻ്റെയും പേരിൽ? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അല്ല, ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ വന്ന ഒരു മാറ്റം നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞതിൽ നിന്ന് വന്നിട്ടുള്ളൊരു മാറ്റമാണ്. ഈ കാര്യങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP മാരും, BJP ഇല്ല, എല്ലാ MP മാരും ഒന്നിച്ചാണ് പോയി കേന്ദ്രത്തെ സമീപിച്ചത്. അതൊരു നല്ല തുടക്കമാണ്, നല്ല നീക്കമാണ്. പക്ഷേ അതിനാണ് തീർത്തും തെറ്റായ മറുപടി നൽകിയത്. ആ മറുപടി വിശദമായി ഗണ്ണിച്ചുകൊണ്ട് തന്നെ കേന്ദ്രത്തെ ബന്ധപ്പെടും. കാരണം നമുക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കല്ലേ, സംസ്ഥാനത്തിൻ്റെ താല്പര്യം എപ്പോഴും കേന്ദ്രത്തിൻ്റെ മുന്നിൽ വെക്കണ്ടേ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് നിങ്ങൾ സ്വീകരിച്ച സമീപനം ശരിയല്ല, ഇത് ഇന്ന കാരണങ്ങളാൽ തെറ്റാണ്, ഞങ്ങൾക്ക് സഹായം ലഭ്യമാകേണ്ടതാണ് എന്ന് തുടർന്നും ആവശ്യപ്പെടുന്ന നില സ്വീകരിക്കുക തന്നെ ചെയ്യും. ഈ സർവകക്ഷി യോഗത്തെ വായിക്കേണ്ട കാര്യമുണ്ടോ? അതായത് കേന്ദ്രത്തിന്റെ ഒരു സമീപനം എന്തായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണോ ഈ മുരളി നൽകാൻ ശ്രമിക്കുന്നത്? എന്താ പ്രസ്താവന? അതാണ് ഞാൻ പറഞ്ഞത്. അതെ അല്ല, അതിനെയാണല്ലോ ദേശീയ തലത്തിൽ തന്നെ വലിയ ദുരന്തമായിട്ട് കണ്ടത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് ഇവിടുത്തെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിന് പകരം അതിനെ ലഘൂകരിക്കാനുള്ള ശ്രമമാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞൊരു ഭാഗം. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? ആ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ.